എൻ്റെ പേര് മീവൽ. എനിക്കറിയാം നിങ്ങൾക്ക് ഒരാൾക്കും എന്നെ അറിയുന്നുണ്ടാവില്ല. എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ റിലേറ്റീവ്സ് ഒഴികെ വേറെ ആർക്കും നിങ്ങൾക്ക് എന്നെ മുന്നേ കണ്ടു പരിചയം ഉണ്ടാവില്ല. ഇത് എൻ്റെ യൂട്യൂബിലെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ നോർമൽ മിനി വ്ളോഗ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും റീൽസൊക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട് എന്നല്ലാതെ ഞാനിങ്ങനെ ഒരു ലോങ് വീഡിയോ കാര്യങ്ങളും ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഈവൻ ഞാനിങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ നേരെ നിന്ന് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ട് കൂടിയില്ല. ഓക്കെ, സോ എൻ്റെ പേര് ഞാൻ പറഞ്ഞു. ഇനി അങ്ങോട്ട് ഞാൻ യൂട്യൂബിൽ എൻ്റെ ഡെയിലി ലൈഫ് അല്ലെങ്കിൽ അങ്ങനെ കുട്ടി കുട്ടി വ്ളോഗ്സ്, ഞങ്ങളുടെ ഹാപ്പി മൊമെൻറ്റ്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇടാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഞാനൊരു പ്രോപ്പർ ഇൻട്രോ സെക്ഷനിലോട്ട് പോകുന്നേ ഇല്ല. പകരം ഇമാജിൻ ചെയ്യും നിങ്ങൾ എൻ്റെ ഒരു ലോങ് ടേം ഗസ്റ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങളെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് ക്ഷണിച്ചു. ഓക്കെ, ഞങ്ങളുടെ ഫാമിലിയിലോട്ട് ക്ഷണിച്ചു. അപ്പം നിങ്ങൾ പോകെ നെക്സ്റ്റ് വീഡിയോസിലൊക്കെ എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ട് എന്നും വീട്ടിൽ ഞങ്ങളുടെ ഒരു ഡെയിലി റുട്ടീൻസ് എന്തൊക്കെയാണെന്നും ഞങ്ങളുടെ ഹാപ്പി മൊമെൻറ്റ്സിലൊക്കെ നിങ്ങളെയും കൂടെ കൂട്ടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ ശരിക്കും ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാനില്ല കേട്ടോ. കാരണം ഓൾമോസ്റ്റ് ഇവിടെ ഇപ്പം 1:30-2 മണി ഇങ്ങനെ ആവാറായെന്ന് തോന്നുന്നു, 1:30 ആയെന്ന് തോന്നുന്നു. അപ്പം ഹാഫ് ഡേ ഇൻ മൈ ലൈഫ്. ശരിക്കും എൻ്റെ ഒരു ഓഫ് ഡേ എന്ന് പറയുന്നത് ഇങ്ങനെയൊന്നുമല്ല. കാരണം ഇന്നിപ്പോൾ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ എൻ്റെ കൂടെ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ്, പിള്ളേർ 2 പേരുണ്ട്, പിന്നെ എൻ്റെ ഹസ്ബൻഡ്. അപ്പം അവർ ഒരു കസിൻ്റെ അടുത്ത് പോയേക്കാണ്. അവർ നാളെ തിരിച്ചു വരുള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഒരു 2 മണി 2:30 ആകുമ്പോഴത്തേക്കും ഇവിടെ വരും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? കുക്ക് ചെയ്യണം. അപ്പോൾ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫിലോട്ടാണ് നമ്മളിന്ന് എൻ്റെ ഫസ്റ്റ് വീഡിയോ, എൻ്റെ യൂട്യൂബിലെ ഫസ്റ്റ് വീഡിയോ പോകുന്നത്. ഓക്കെ, ഇപ്പം എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്യാപ്സിക്കം ഉണ്ടായിരുന്നു. ആ ക്യാപ്സിക്കവും ഒരു ഉള്ളിയും കൂടി ഇന്നലത്തെ ചിക്കൻ്റെ ചാറിലോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അന്ന് കുറച്ച് വെന്ത് വരാൻ വേണ്ടി. പിന്നെ നമ്മുടെ ചിക്കനിൽ ബാക്കി ഒരു 3 കഷ്ണം ലെഗ് പീസ് ആക്കുന്നുണ്ടായിരുന്നു. ഞാൻ ലെഗ് പീസാണ് വാങ്ങിയത്. അപ്പം 3 ചിക്കൻ ലെഗ് പീസ് ബാക്കിയുണ്ട്. അപ്പോൾ അത് ഞാനെടുത്ത് ഈ മാഗീൻ്റെ ഗാർലിക്കിൻ്റെ പൊടിയുണ്ട്, മസാലയുണ്ട്, അതും കൂടി പരട്ടി ഞാൻ എന്ത് ചെയ്യും? എയർ ഫ്രയറിൽ വെക്കും. അപ്പോൾ അത് അവിടെ സെറ്റാവും. ഓക്കെ, അതിൻ്റെ ഇടയിൽ അരി കഴുകി അത് ഈ മിനി പാത്രത്തിലോട്ടിട്ടിട്ട് കുറച്ച് നാരങ്ങയിട്ട് ഒരു ചിക്കൻ്റെ ക്യൂബും കൂടി ഇട്ടാൽ അരിയും കൂടി സെറ്റാവും. അപ്പം അത്രേ ഉള്ളൂ, സിമ്പിൾ. ഇതൊക്കെയാണ് എൻ്റെ തട്ടിക്കൂട്ട് ഫുഡ് പരിപാടികൾ. ഇവിടെ ആരും ഇല്ലെങ്കിൽ പാവം ഒരാൾ വിശന്നായിരിക്കും വരുന്നുണ്ടാവുക. പക്ഷെ എൻ്റെ കുക്കിംഗ് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ പുള്ളി ട്രൈ ചെയ്തോളും. അതൊക്കെയാണ്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ റൈസ് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ ചിക്കൻ എയർ ഫ്രയറിൽ വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ഫേക്ക് മന്തി. കുഴപ്പമില്ല കേട്ടോ, റൈസൊന്നും കുഴപ്പമില്ല. പിന്നെ ചിക്കൻ കറീൻ്റെ ഇതിലിട്ടുകൊണ്ട് ഒരു ചെറിയ ചിക്കൻ കറി ഫ്ലേവർ ഉണ്ടെന്നേ ഉള്ളൂ. ആകെ 2 ചിക്കനേ ഉള്ളൂ, 2 ചിക്കൻ ഇങ്ങനെ ഉള്ളൂ. സമയം 7 മണി ആവാറായി. ബാക്കിൽ എൻ്റെ ക്ലോക്കിൽ നിങ്ങൾക്ക് സമയം കാണാൻ വേണ്ടി പറ്റും. 7 മണി ആകാൻ ഒരു 10 മിനിറ്റ് ഇത്രയും കൂടെ ഉള്ളൂ. പക്ഷെ പുറത്തെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാവേ. ഓൾമോസ്റ്റ് അബ്രോഡിൽ താമസിക്കുന്ന എല്ലാവർക്കും അറിയാമായിരുന്നു. യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഇങ്ങനെ തന്നെയാണ്. പക്ഷെ എന്നാലും കാണിച്ചു തരാം. കണ്ട, ഒരു 4 മണി 3 മണി 4 മണി 5 മണി ആ ഒരു സമയം പോലെയാണ്. ഇത് 8 മണി വരെ ഈ ഒരു രീതിയിലായിരിക്കും. 8 മണി 8:30 ആവും ഒന്ന് സൺസെറ്റ് ആയി വരണമെങ്കിൽ.
ഇവിടെ സമ്മറിൽ ഡേ ലൈറ്റ് കൂടുതലും നൈറ്റ് കുറവ് അങ്ങനെയാണ്. അതുപോലെ വിൻ്ററിൽ നേരെ തിരിച്ചും. നല്ല രസമല്ലേ? അപ്പോൾ എൻ്റെ ഫാമിലിയിലെ ഫസ്റ്റ് മെമ്പറിനെ പരിചയപ്പെടാം. ഞാൻ പറഞ്ഞായിരുന്നു എല്ലാവരും ഇവിടെ ഇല്ല. ചേച്ചിയും ഹസ്ബൻഡും പിള്ളേരൊക്കെ കസിനെ കാണാൻ വേണ്ടി കസിൻ്റെ വീട്ടിൽ പോയിരിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഇതാണ് എൻ്റെ ഹസ്ബൻഡ്. പേര് അരുൺ ജോസഫ്. എന്നിട്ട് ബാക്കിയുള്ള മന്തി റൈസ് ഉണ്ട്, പിന്നെ ചോറ് ഇരിപ്പുണ്ട്, ചിക്കൻ ഇല്ല. കറി പുളിശ്ശേരി ആക്കി തരാം, അല്ലെങ്കിൽ മോരാക്കി തരാം. ചിക്കൻ വാങ്ങാൻ പോവാ. എന്നാ ഫാൻറ്റ വാങ്ങിച്ചു തരുമോ? അല്ല, ചോക്ലേറ്റ് വാങ്ങിച്ചാൽ മതി. ഏത്? അത് വേണ്ട. അല്ല, ഞാനല്ല. വേറെ ചിക്കൻ ഇരിപ്പുണ്ട്, ഫുൾ ചിക്കൻ ഇരിപ്പുണ്ട്. പക്ഷെ അത് ഫ്രീസറിലാ. അത് ആയി വരാൻ കുറേ സമയം എടുക്കും. ചിക്കൻ ഡൈസ്ഡ് ചിക്കൻ വാങ്ങാം. ഓക്കെ, അപ്പോൾ വാ പോവാം. സോ നമ്മൾ ചിക്കൻ വാങ്ങാൻ ഞങ്ങൾ സെയിൻസ്ബറിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കനും പിന്നെ എന്തെങ്കിലുമൊക്കെ കാണും, എന്തെങ്കിലുമൊക്കെ വാങ്ങും അല്ലേ? ചിക്കൻ വിങ്സ് അല്ലെങ്കിൽ ലെഗ് മാത്രം എടുത്താൽ മതിയാ? ഞങ്ങൾ വേറൊരു കാര്യം ഞാൻ പരിചയപ്പെടുത്തി തരാം. അതായത് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ എക്സ്പയറി ഡേറ്റ് അടുക്കുന്ന, അല്ലെങ്കിൽ ഇന്നാണ് എക്സ്പയറി ഡേറ്റ് അടുക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ റെഡ്യൂസ് ടു ക്ലിയർ എന്നുള്ള രീതിയിലിടും. അതായത് നോർമൽ പ്രൈസിനേക്കാളും കുറച്ചും കൂടി റേറ്റ് കുറച്ചിട്ടിടും. അപ്പോൾ അത് നമുക്ക് വാങ്ങാം. എല്ലാം ഫുഡ് ഐറ്റംസ് ആണെങ്കിലും ഡ്രസ്സാണെങ്കിലും ഒക്കെ അവരിങ്ങനെ ഇടും. ഇത് കണ്ടില്ലേ, ഇതിപ്പം റെഡ്യൂസ് ടു ക്ലിയറിൽ ഇട്ടേക്കുന്നതാണ്. 375 പൗണ്ടായിരുന്നു, അത് 1.87 എന്നുള്ള രീതിയിൽ റെഡ്യൂസ്ഡ് ഇടും. ഫുഡ് ഐറ്റംസ്, എഗ്ഗ്, ഡ്രസ്സാണെങ്കിലും എല്ലാം. ഞങ്ങൾ ചിക്കൻ എടുത്തു. എന്തെങ്കിലും കുടിക്കാൻ നല്ല സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഫാൻറ്റ എങ്ങാനും എടുത്താലോ എന്ന് ആലോചിക്കുകയാണ്. ഞങ്ങളെപ്പോഴും സെയിൻസ്ബറി വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചോക്ലേറ്റ് വാങ്ങും. ഞങ്ങളുടെ ഫേവറേറ്റ് ചോക്ലേറ്റാണ്. ഞങ്ങളുടെ ഫേവറേറ്റ് ചോക്ലേറ്റാണ്. ഞങ്ങളെപ്പോഴും വാങ്ങും. ഇത്രയേ ഉള്ളൂ. ഫാൻറ്റ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ ഫാൻറ്റ എടുത്തില്ല. അതിന് ഭയങ്കര റേറ്റ്. കുഞ്ഞി ക്യാനായിട്ട് ഇവിടെ ഇല്ല, അതുകൊണ്ട് അത് നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ സെയിൻസ്ബറിയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലെത്തി. ഞങ്ങൾ വീട്ടിലോട്ടൊക്കെ ഫോൺ വിളിക്കുകയായിരുന്നു. അപ്പോൾ ഒന്നും വാങ്ങിയില്ല, അങ്ങനെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും വാങ്ങിയില്ല. ചിക്കൻ വാങ്ങി, പിന്നെ ചോക്ലേറ്റ് വാങ്ങി, ഒരു പെപ്സി വാങ്ങി, ഇത്രേ വാങ്ങി തിരിച്ചു വന്നു. അപ്പോൾ ഇന്നത്തെ ഡെയിലി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇവിടെ സമയം 8:30 ആവാറായി. ഞങ്ങൾ ഫുഡ് കഴിച്ച് ഫ്രഷൊക്കെ ആയിട്ട് ഉറങ്ങാൻ പോവാണ്. നാളെ എല്ലാവർക്കും ജോലിയുണ്ട്. നാളെ ചേച്ചിയും അനീഷേട്ടനും പിള്ളേരും വരും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ഞാൻ അവരെയും പരിചയപ്പെടുത്തി തരാം. അപ്പം നിങ്ങൾ മേ ബി മറ്റുള്ള വീഡിയോസൊക്കെ കണ്ട് എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് ഭയങ്കര ഞാൻ ഫോമലായി സംസാരിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മേ ബി ഫീൽ ചെയ്ത് കാണുമായിരിക്കാം. അതിങ്ങനെ ഫസ്റ്റ് ടൈം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ്. നമുക്ക് പോകെ ശരിയാക്കാം. അപ്പം വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം കാണാം, നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, ഗുഡ് നൈറ്റ്, ബൈ.